ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി വരുമ്പോഴേക്കും ശ്യാം ഒരു വലിയൊരു പാത്രത്തിൽ ഐസ്ക്രീം, വേറൊരു പാത്രത്തിൽ ഫ്രൂട്ട് സലാഡും ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ആഹാ, ഇതെന്താ ശ്യാം സർ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ, ഇതാണ് നല്ല തണുത്ത ഐസ്ക്രീം, നല്ല തണുത്ത് ഫ്രൂട്ട് സലാഡും കഴിക്കുക എന്ന് പറയുകയാണ്. ആ സമയത്ത് ആൻറ്റി പറയേണ്ടി ഇതൊന്നും ഒരുപാട് കൊടുക്കല്ലേ, അവൾ ആന പോലെ ആയി പോകും, ഒന്ന് പോവാം ആൻറ്റി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി ആ ഐസ്ക്രീമൊക്കെ ആർത്തിയോട് കൂടി തന്നെ കഴിക്കുക കേട്ടോ. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, ശ്രുതിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതുണ്ട്, ഇന്ന് ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്, എല്ലാവരും അത് കഴിക്കുന്നുണ്ട് ആസ്വദിച്ച്. ആ സമയത്ത് ശ്യാമിനെ വീട്ടിൽ നിന്നൊരു ഫോം വരുവാണ്. വീട്ടിൽ നിന്ന് ഫോം വരുമ്പോൾ ശ്യാം ശ്രുതിനെക്കുറിച്ച്, അതായത് നേരെയല്ല, അത് വളഞ്ഞ വഴി ശ്രുതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആളെ വേണം കല്യാണം കഴിക്കാൻ, അത് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രീതി സംസാരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന അശ്വിനെയാണ്. അശ്വിൻ്റെ അടുത്ത് സ്യൂട്ടിൽ നിന്ന് ഈ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് തരാൻ പറഞ്ഞു എന്ന് പറയാണ്. ശരി, ഞാൻ നോക്കാം, ചേട്ടൻ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറേ മുത്തുകളാണ് കേട്ടോ. ആ മുത്തുകൾ അശ്വിൻ കൈവച്ചെടുക്കുവാണ്. അതിനുശേഷം ആ മുത്തുകളെക്കുറിച്ച് അശ്വിൻ ആലോചിക്കുകയാണ്. അത് വേറെ ആരുടെയല്ല, ശ്രുതിയുടെയാണ്. അന്ന് ആ ശ്രുതിയുടെ മാല പൊട്ടിച്ച സമയത്ത് മാലയിൽ നിന്ന് വീണ മുത്തുകളാണെന്ന് അശ്വിൻ ആലോചിക്കുകയാണ്. അതിനുശേഷം ആ മുത്തുകൾ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ അശ്വിൻ. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ വീട്ടിലെ ബാഗിൽ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് ബാഗിൽ നിന്നൊരു കീ നിലത്തേക്ക് വീഴുവാണ്. ആ കീ ശ്രുതി കുറച്ച് നേരം നോക്കി നിന്നിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് പെട്ടെന്ന് ആലോചിക്കുകയാണ്, അത് അശ്വിൻ്റെ പോക്കറ്റിൽ നിന്ന് വീണ കീ ആയിരുന്നു കേട്ടോ. അമ്പലത്തിൽ വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് പോക്കറ്റിൽ നിന്ന് വീണിട്ട് അശ്വിൻ്റെ അടുത്തേക്കിന് ഏയ് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കാൻ പോയില്ലേ, ആ ഒരു കീ ആണത്. അപ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചി വരുന്നുണ്ട്. ആഹാ, നീ ഇവിടെ എന്താലോചിച്ചുകൊണ്ടിരിക്കുക, ഇതെന്തോ അടി കയ്യിൽ കീയോ, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ, ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ ചേച്ചി എന്ന് പറയുമ്പോൾ, നിൻ്റെ പഴയ സ്വഭാവം ഇപ്പോഴും കളഞ്ഞില്ലേ നീ, വഴിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ബാഗിലെടുത്തിടലേ, അത് കളഞ്ഞ് എന്ന് പറയുമ്പോൾ, വേണ്ട ചേച്ചി അത് ഇവിടെ ഇരിക്കട്ടെ, നിൻ്റെ ഫോൺ തരാമോ, എനിക്ക് അമ്മേനെ വിളിക്കാനാ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുവാണ്. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ ആ താക്കോല് നോക്കിയിരിക്കുകയാണ്. അതേസമയം അശ്വിനാണെങ്കിൽ ശ്രുതിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി വരുന്നുണ്ട്. എടാ വാടാ കുഞ്ഞ കഴിക്കാം, ദേ നിന്നെയും കാത്ത് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ചേച്ചി എനിക്കൊന്നും വേണ്ട, അതെന്തെങ്ങനെ ശരിയാവും, നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ കഴിക്കാമെന്ന് പറയുമ്പോൾ, ശരി ഞാൻ കഴിക്കാം, പക്ഷെ എൻ്റെ കൂടെ ചേച്ചിയും കഴിക്കണം, അതെങ്ങനെ ശരിയാവും കുഞ്ഞ, ഞാൻ വ്രതത്തിലാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ. ആഹാ, എങ്കിൽ ഞാനിപ്പോൾ തന്നെ അളിയനെ വിളിക്കാം, ചേച്ചിയുടെ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്ന് പറയുമ്പോൾ, വേണ്ടടാ, നീ അളിയനെ ഇവിടെ വരുത്താൻ വേണ്ടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയണ്ട, അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിനെ വരുത്താൻ വേണ്ടി എനിക്കൊരു പ്ലാൻ ഉണ്ട്. പ്ലാനോ, അതെന്ത് പ്ലാൻ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതെ, ഇവിടെ ശിവപാർവതി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ നടക്കുന്നുണ്ട് അടുത്ത ദിവസം. ആ പൂജയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പങ്കെടുക്കേണ്ട പൂജയാണ്, അതിന് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ആ പൂജയ്ക്ക് നീ പറ്റുമെന്നുണ്ടെങ്കിൽ നിൻ്റെ ലാവണ്യനെയും വിളിക്കണം, അവളുടെ പറ്റുമെങ്കിൽ ഇന്ന് വ്രതം എടുക്കാൻ പറയണം, മുത്തശ്ശിക്ക് ഇഷ്ടവും. അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ വരാൻ ഭക്ഷണം കഴിക്കാം, ചേച്ചി അങ്ങോട്ട് പോയിക്കുമെന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശീനെ കാണിക്കണം. മുത്തശ്ശിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഞ്ജലി വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ പോക്ക് കണ്ടിട്ട് പേടിയാവണം അഞ്ജലി മോളെ, അവൻ്റെ പോകുന്നത്ര ശരിയല്ല, ആ പെൺകുട്ടി ആ ശ്രുതിനെ അവൻ എത്രമാത്രം ദ്രോഹിച്ചത് അവളായതുകൊണ്ട് അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല ബുദ്ധിയുള്ള പെൺകുട്ടി എന്നൊക്കെ പറയുകയാണ്. പിന്നെ ലാവണ്യ, അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ, അത് കുഞ്ഞിനെ ലാവണ്യോട് കുറച്ച് വേണ്ട, ഒന്നും പറയണ്ട, അവൾ ഈ വീട്ടിൽ വന്നാൽ ശരിയാവില്ല, അവളും കുഞ്ഞനും ഒരിക്കലും ചേരില്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല, നീ അത് ഒരിക്കലും എന്നോട് പറയരുത് ലാവണ്യയുടെ കാര്യം എന്ന് മുത്തശ്ശി പറയാണ്. മുത്തശ്ശി വാ, കുഞ്ഞിനവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, മുത്തശ്ശിനെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ, എന്തായാലും ലാവണ്യനെ ഈ പടി കയറ്റുമെന്ന് നീ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അവളെ ഞാൻ ഈ പടി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല, അവളും കുഞ്ഞിനും ഒരിക്കലും ശരിയാവില്ല, അതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം അഞ്ജലി അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നേ ഇല്ല. വാ മുത്തശ്ശി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ശ്രുതി വീണ്ടും അടുക്കളയിൽ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേച്ചി വരുന്നുണ്ട്. എന്തിനാ ശ്രുതി, നീ ഏത് നേരം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി, എനിക്ക് അയാൾ ഒരിക്കൽ കൂടി കാണണം. ആരെ? അശ്വിൻ സായിറാമിനെ. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അയാൾ പറഞ്ഞതൊക്കെ വളരെ കുറഞ്ഞു പോയ പോലെ ഒരു തോന്നൽ, അയാളോട് ഇനിയും പറയണമെന്ന്, അയാളെന്നെ ദ്രോഹിച്ചതിൻ്റെ പകുതി പോലും ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ല, എനിക്ക് അയാൾ ഒരു പ്രാവശ്യം കൂടി കാണണം ചേച്ചി എന്ന് പറയുമ്പോൾ, വേണ്ട, അത് ശരിയാവില്ല, ആ അധ്യായം കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് ചേച്ചി.
എങ്കിലും ചേച്ചി എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ നിൻ്റെ ഒരു കാര്യം അതൊന്നും ശരിയാവില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അമ്മ ശ്രുതിയുടെ അമ്മ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ. ഹലോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, മോളെ ശ്രുതി നീ എന്ത് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുക്കളയിൽ പണിയില്ല അമ്മേ എന്നൊക്കെ പറയാണ്. നിനക്ക് സുഖമല്ലേ? ആ അമ്മേ സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി വരുന്നുണ്ട്. ആരാടി അമ്മയാണോ താ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുവാണ്. അതിന് ചേച്ചി പറയുന്നുണ്ട്, അമ്മ അവളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്, അവൾ ആ ജോലി രാജിവെച്ചു, ഇനി അവൾ ആ ജോലിക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതി വീണ്ടും റൂമിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുക. എല്ലാവരും പറഞ്ഞ ശരിയാ, അയാൾ ഇനി കാണണ്ട എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ പ്രീതി ചേച്ചി വരുന്നുണ്ട്. എന്താ ശ്രുതി നീ വീണ്ടും എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ചേച്ചി, എനിക്ക് എന്തോ അയാൾ പറഞ്ഞതൊക്കെ കുറഞ്ഞു പോയെന്നൊരു തോന്നൽ, അയാളെ വീണ്ടും കാണണമെന്നൊരു തോന്നൽ. അങ്ങനെയൊന്നും വേണ്ട ശ്രുതി, നീ പറഞ്ഞതൊന്നും കുറഞ്ഞു പോയിട്ടില്ല. അയാൾക്ക് പറയേണ്ട മറുപടിയല്ല നീ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഇനി അയാളെ കാണാനൊന്നും ശ്രമിക്കേണ്ട ശ്രുതി, ആ അധ്യായം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്കിലും ചേച്ചി എൻ്റെ മനസ്സിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. നോക്ക് എല്ലാവരും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നീ ജോലി രാജിവെച്ചതുകൊണ്ട്. ആ സന്തോഷം നീയായിട്ട് കളയരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് പോവാണ്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.